അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിയിട്ട് അപ്പോൾ വാങ്ങിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നേരത്തെ ഇട്ടുണ്ടായിരുന്നു. കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ. അതിനുശേഷം ബോൺചേട്ടൻ വല്ലാത്ത ആഗ്രഹം ചേട്ടൻ ഒരു പട്ടിക്കുട്ടിനെ വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ എത്തിയതാണ് ഈ ഒരു സ്ഥലത്തോട്ട്. ഈ സംഭവം കൊള്ളായിരുന്നു, കാണാൻ നല്ല ലുക്ക് ഉണ്ട്, ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചേച്ചിക്കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ, ചേച്ചിക്കുഞ്ഞിനെ കൂടെ കളിക്കാൻ പറ്റുന്ന രണ്ടെണ്ണമായിരുന്നു കേട്ടോ അത്. ഒത്തിരി നേരം അവളുടെ പുറകെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചു അതിനെ എടുത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിട്ടോ. അവൾക്ക് അവളുടെ ജർമ്മൻ ഷെപ്പേർഡിനെ സൈഡാക്കി നിർത്തേക്കാം, ഇതിനെടുത്തോണ്ട് പോകാം എന്നുള്ള മട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഡാഡീനെ മമ്മിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു, കാണാൻ കൊള്ളാം. അത് ഭയങ്കര വിഷമത്തിൽ ഒത്തിരി നേരം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ചേട്ടൻ്റെ ഷോപ്പിലോട്ട് പോയി. അപ്പോൾ ചേട്ടനും ഏച്ചും കുഞ്ഞിനെ വാങ്ങിക്കുന്ന ഒരു വീഡിയോസും കുറച്ച് ഫോട്ടോസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഇൻസ്റ്റാ പേജിൽ ഇടാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ പാലക്കാട് പെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം വാങ്ങിച്ചത്. ഏച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതേപോലെ തന്നെ ചേട്ടനും. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് ബോൺചേട്ടനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബീഗിൾ എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയാട്ടോ. സംഭവം കൊള്ളായിരുന്നു, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് കുറുമ്പനായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ വാങ്ങിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതേപോലെ തന്നെ ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ആയിട്ട് വാങ്ങിച്ചത്. അതേപോലെ 1 മന്ത് ഇതിനെ എങ്ങനെ പരിപാലിക്കണം അങ്ങനെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ എടുത്തു. ബോൺചേട്ടൻ അതിൻ്റെ സ്വന്തം കുഞ്ഞാന്ന് വിചാരിച്ച് അതിനെ അങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചു. അങ്ങനെ ലാസ്റ്റ് പെട്ടിയിലിട്ട് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബാക്കി